നമസ്കാരം. 2026 മാർച്ചോടെ മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. പക്ഷേ വെറുതെ പറയുകയാണെന്നാണ് മാവോയിസ്റ്റുകളെല്ലാം കരുതിയത്. പക്ഷെ അവർ ബി.ജെ.പിയെ കോൺഗ്രസ് എന്ന പാർട്ടിയായിട്ടാണ് ബി.ജെ.പിയെ ഇതുവരെ കണ്ടത്. ഉത്തരവ് ഇറക്കിയാൽ നടപ്പിലാക്കില്ല എന്ന് മാവോയിസ്റ്റുകളുടെ സംഘം കരുതി. പക്ഷേ ഉണ്ടായത് മറ്റൊന്നായിരുന്നു. സർവ്വാധികാരവും അമിത്ഷാ ഇന്ത്യൻ ആർമിക്ക് തന്നെ നൽകി. അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇന്ത്യൻ സേന ഓപ്പറേഷൻ ആരംഭിച്ചത്. അതോടെ കീഴടങ്ങാം എന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു മാവോയിസ്റ്റുകൾ. അങ്ങനെ അവർ കീഴടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ ഛത്തീസ്ഗഡിൽ മാത്രം വധിച്ചത് 194 മാവോയിസ്റ്റ് ഭീകരരെയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇടത് ഭീകരരെ തുടച്ചു നീക്കുന്നതിന് ഛത്തീസ്ഗഡ് സർക്കാർ എടുത്ത കർശന നിലപാടുകളെ അമിത്ഷാ വാനോളം അഭിനന്ദിച്ചു. 801 ഭീകരരെയാണ് ഈ കാലയളവിൽ അറസ്റ്റ് ചെയ്തത്. 742 പേർ കീഴടങ്ങിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇടത് ഭീകര ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചേർന്ന് ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയുധം ഉപേക്ഷിച്ച് മുഖ്യധാരയിൽ ചേരാൻ മാവോയിസ്റ്റുകളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന യുവാക്കളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആഹ്വാനം ചെയ്തു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും 13,000-ഓളം പേരാണ് ഇത്തരത്തിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ മുഖ്യധാരയുടെ ഭാഗമായത്. വനവാസി മേഖലയുടെ സുരക്ഷയ്ക്കായി മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി തുകയാണ് മോദി സർക്കാർ വകയിരുത്തിയത്. UPI ഭരിച്ച 2004-2014 കാലത്ത് 1,180 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ 10 വർഷം 3,006 കോടി രൂപയായി ഉയർന്നു. സുരക്ഷാ അനുബന്ധ ചെലവ് എന്ന നിലയിൽ 3,590 കോടി രൂപയുടെ പ്രത്യേക കേന്ദ്ര സഹായ പദ്ധതിയും കഴിഞ്ഞ വാരം അനുവദിച്ചിട്ടുണ്ട്. 2019 മുമ്പ് സൈനികർക്കായി 2 ഹെലികോപ്റ്ററാണ് വിന്യസിച്ചത്. ഇന്ന് സൈനികരെ സഹായിക്കാൻ BSFന്റെ 6 വ്യോമസേനയുടെ 6 ഉൾപ്പെടെ എണ്ണം അതിപ്പോൾ ഉയർന്ന് 12 ഹെലികോപ്റ്ററുകളായി. 10 വർഷത്തിനിടെ 544 ഫോർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനുകൾ നിർമ്മിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. റോഡ് ശൃംഖല 2,900 കിലോമീറ്ററിൽ നിന്ന് 10 വർഷത്തിനുള്ളിൽ 11,500 കിലോമീറ്ററായി ഉയർത്തി. 15,300 മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചു. രാജ്യത്തുടനീളം ഭീകരരുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായെന്ന് അമിത്ഷാ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണക്കാരുടെയും സൈനികരുടെയും മരണനിരക്ക് 70% കുറഞ്ഞു. ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലകളുടെ എണ്ണം 96-ൽ നിന്ന് 42, പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം 465-ൽ നിന്ന് 120 കുറഞ്ഞു. 50 പോലീസ് സ്റ്റേഷനുകൾ പുതിയതായി വന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടമായ പരിശ്രമത്തിന്റെ ഫലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് മോദി സർക്കാർ അധികാരത്തിൽ വന്ന 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് ഭീകരരുടെ ഒരു ഒഴുക്ക് തന്നെ കുറയാൻ സാധിച്ചു എന്നതിന്റെ ഒരു തെളിവാണ് അമിത്ഷാ ഇപ്പോൾ നിരത്തിയത്.